പ്രതിസന്ധികളെ പൊരുതിത്തോൽപ്പിച്ച് തൻ്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ച് വളർന്ന പെൺകുട്ടി. ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതാകട്ടെ ഗാന്ധിഭവനിലെ ജീവിതവും. കഠിനാധ്വാനത്തിലൂടെ തൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റിയ പെൺകുട്ടിയുടെ പേര് ചൈതന്യ. ഗാന്ധിഭവനിൽ നിന്ന് തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ചൈതന്യ അയർലൻഡിലേക്ക് പറന്നു. എല്ലാവർക്കും പ്രചോദനം നൽകുന്ന കഥയാണ് ചൈതന്യയുടേത്. നിരവധി പ്രതിസന്ധികളെ പൊരുതിത്തോൽപ്പിച്ചാണ് ചൈതന്യ അനാഥാലയത്തിൽ നിന്ന് അയർലൻഡിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. തന്നെ കുറ്റപ്പെടുത്തിയവരുടെയും അവഗണിച്ചവരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ചൈതന്യയുടെ അയർലൻഡ് യാത്ര. ഇതാദ്യമായിട്ടാണ് ഗാന്ധിഭവനിൽ നിന്നും ഒരു കുട്ടി സ്വന്തം കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി യൂറോപ്യൻ രാജ്യത്തേക്ക് പോകുന്നതെന്നും അതിൽ അത്യധികം അഭിമാനമുണ്ടെന്നും മകൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നുവെന്നും അയർലൻഡിൽ നിന്നും ആദ്യത്തെ അവധിക്കെത്തുമ്പോൾ തന്നെ ചൈതന്യയുടെ വിവാഹം നടത്താനാണ് തീരുമാനമെന്നും ഗാന്ധിഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ പറഞ്ഞു. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന ചൈതന്യയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ആലപ്പുഴ മുല്ലയ്ക്കൽ വഴിയേരിയിൽ കൂര കൂട്ടിയാണ് താമസിച്ചിരുന്നത്. ചൈതന്യയ്ക്ക് 1.5 വയസ്സുള്ളപ്പോൾ അമ്മയും 6 വയസ്സിൽ അച്ഛനും മരിച്ചു. സംരക്ഷിക്കുവാൻ ആരുമില്ലാതായ കുട്ടികൾ അകന്ന വീട്ടുജോലികൾ ചെയ്ത് അവരുടെ നിർദ്ദേശാനുസരണം ജീവിക്കുകയായിരുന്നു. ദുരിതജീവിതത്തിനിടയിൽ ഇവർ പഠനം ഉപേക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായി ബന്ധുവീട്ടിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ടതോടെ അവർ തീർത്തും ഒറ്റപ്പെട്ടു. എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചുനിന്ന കുട്ടികളുടെ ദുഃഖം കണ്ട ആലപ്പുഴ സനാതന ധർമ്മ വിദ്യാലയ സ്കൂളിലെ കൗൺസിലർമാരും സ്കൂൾ അധികൃതരും ഇടപെട്ട് 14 വർഷം മുൻപാണ് ചൈതന്യയെയും സഹോദരിമാരെയും പത്തനാപുരം ഗാന്ധിഭവനിൽ എത്തിച്ചത്. ഗാന്ധിഭവനിലെത്തിയതോടെ ചൈതന്യയുടെയും സഹോദരിമാരുടെയും പഠനം പുനരാരംഭിച്ചു. മൂത്ത സഹോദരി സ്പെഷ്യൽ സ്കൂൾ ട്രെയിനിങ് കോഴ്സ് പഠിച്ചു. ഇളയ സഹോദരി ജനറൽ നഴ്സിംഗ് പാസ്സായി. ഇരുവരുടെയും വിവാഹം ഗാന്ധിഭവനാണ് നടത്തിയത്. പത്തനാപുരം മൗണ്ട് ടാബോർ സ്കൂളിൽ നിന്നും +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ ചൈതന്യ ജനറൽ നഴ്സിംഗും പിന്നീട് പോസ്റ്റ് BSc നഴ്സിംഗും മികച്ച നിലയിൽ പാസ്സായി. തുടർന്ന് കൊല്ലം ഉപാസന നഴ്സിംഗ് കോളേജിൽ ലെക്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് വിദേശത്ത് പോകുന്നതിനുള്ള OET പരീക്ഷ പാസ്സായത്. ഗാന്ധിഭവൻ ചിൽഡ്രൻസ് ഹോമിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ കോളേജ് തലത്തിൽ വരെ പഠിക്കുന്ന 45 പെൺകുട്ടികളാണുള്ളത്.